ഇന്നത്തെ എൻ്റെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഈ ചുക്കിലടിക്കലും വാരലൊക്കെയാണ് കേട്ടോ. മക്കളുടെ ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വാരിയിട്ടേക്കാണ് കേട്ടോ. 10 ദിവസത്തേക്കാണെങ്കിലും സ്കൂൾ അടച്ചപ്പോൾ ദേ ഇതുപോലെയൊക്കെയാണ് ഇട്ടേക്കുന്നത്. എല്ലാം ഒന്ന് എടുത്തൊന്ന് നേരെയാക്കി ഇടണം കേട്ടോ. അങ്ങനെ രാവിലെ എൻ്റെ പരിപാടി തുടങ്ങിയേ. ഇത് മോളുടെ വകയാണ് കേട്ടോ. മോളുടെ വികൃതിയുടെ ഭാഗമാണിത്. ഇപ്പോൾ യൂട്യൂബ് നോക്കിയിട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കലാണ് കേട്ടോ പരിപാടി. ഉള്ള ബേസ് ബോർഡും പേപ്പറും എല്ലാം വെട്ടിക്കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ അകത്ത് കുരുക്ഷേത്ര ഭൂമി നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് അപ്പച്ചനും അമ്മച്ചിയൊക്കെ വഴിയൊരുക്കലിലാണ് കേട്ടോ. വഴിയൊരുക്കലെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നാൽ പിന്നെ ചായ കുടിച്ചേക്കാമെന്ന് കരുതിയേ. മോനെ വിട്ടിട്ട് ചായക്ക് കടി വാങ്ങിച്ചിട്ടോ. മോൻ കൊണ്ടുവന്നത് ഉള്ളിവടയായിരുന്നേ. ഉള്ളിവടയാണെങ്കിൽ കടിച്ചാൽ പോലും മുറിയാത്ത ഉള്ളിവടയായിരുന്നു കേട്ടോ. ഒരു വിധത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുവാണേ. എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമെന്ന് പറഞ്ഞൊരു പ്രത്യേക സുഖമാണ്. പൊടിയൊക്കെ അടിച്ചിട്ടാണെങ്കിൽ എനിക്ക് ആപ്പാടെ മൂക്കൊക്കെ ഇടയോ ശ്വാസം മുട്ടോ എന്തൊക്കെയോ ഒരു വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് കുറച്ച് ഉലുവ വറുക്കാമെന്ന് വെച്ചിട്ടോ. കഴിഞ്ഞ ദിവസം മാവലി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണേ. കുറച്ച് ഉലുവ എടുത്തിട്ട് ഞാൻ വറുക്കുന്നുണ്ട്. എനിക്ക് ഈ അച്ചാറിടുമ്പോഴും മീൻകറിയൊക്കെ വെക്കുമ്പോഴും മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉലുവ എനിക്ക് വറുത്ത് ചേർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് ജീരകം കൂടി വറുക്കുന്നുണ്ട്. കുറച്ചെടുത്ത് ജീരകം വറുക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ജീരകവും വറുക്കുവാണേ. നമ്മൾ ഈ കാപ്പി എടുത്തുന്ന സമയത്ത് ജീരകപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണവും ടേസ്റ്റും ആയിരിക്കും കേട്ടോ. ചില കറികൾക്കും ജീരകപ്പൊടി ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉലുവ ഇച്ചിരി അധികം എടുത്ത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ജീരകം കുറച്ചേ എടുക്കുന്നുള്ളേ. ജീരകപ്പൊടി എനിക്ക് ഒരുപാട് ആവശ്യം വരുന്നില്ല കേട്ടോ. അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാവേ. കഴിഞ്ഞ ദിവസം അച്ഛനാണെങ്കിൽ പണിതുകൊണ്ടിരുന്ന അടുപ്പ് ലാസ്റ്റ് ഫിനിഷിങ്ങിൽ എത്തി കേട്ടോ. അങ്ങനെ അടുപ്പിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അടുപ്പിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പണിയെല്ലാം കഴിഞ്ഞപ്പോൾ അടുപ്പ് ഇത്ര ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ പണിയൊന്നും അച്ഛൻ പഠിച്ചല്ലെങ്കിലും അച്ഛൻ്റെ ഒരു ഐഡിയയിൽ അങ്ങ് ചെയ്യുന്ന കേട്ടോ. അത്യാവശ്യം കട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാരണം അതൊക്കെ വെച്ചിട്ട് ചെയ്തതാണേ. അപ്പോൾ ആളുടെ ചിരിയൊക്കെ കണ്ട് പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ ആ ഒരു സന്തോഷമൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. മോനാണെങ്കിൽ ഒരു ഓണ സെലിബ്രേഷന് പോകാൻ വേണ്ടിയിട്ട് ക്ലബ്ബിലെ പരിപാടിക്ക് പോകാൻ നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട്